ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്പഡേഴ്സ് ഫാമിലിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ അടുക്കളയിലാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഒന്ന് തിരുവാതിരയാണ് കേട്ടോ. ഇപ്പോൾ പാലക്കാടൊക്കെ ഇങ്ങോട്ട് തിരുവാതിര ഭയങ്കര പ്രാധാന്യമാണ്. എന്താ പറയുക, ഭർത്താവിന് വേണ്ടിയിട്ട് ഭാര്യമാർ പിടിക്കുന്ന നോയമ്പൊക്കെയാണ്. ഞങ്ങളുടെ അങ്ങോട്ട് അങ്ങനെ നൊയമ്പുണ്ട്, വ്രതമുണ്ട്. എന്നാലും ഇതേപോലെ വീട്ടിലിങ്ങനെയൊന്നും അല്ല കേട്ടോ. അമ്പലങ്ങളിലായിരിക്കും പരിപാടിയും കാര്യങ്ങളൊക്കെ. എന്താ പറയുക, അമ്പലത്തിൽ പരിപാടി കാണും, അവിടെ കഞ്ഞി കാണും, കഞ്ഞി സദ്യ കാണും, അങ്ങനെയൊക്കെ ആയിരിക്കും തിരുവാതിരയ്ക്ക്. അപ്പോൾ രാവിലെ ഇവിടെയെന്ന് വെച്ചാൽ രാവിലെ വീട്ടിൽ തന്നെ പുഴുക്കുണ്ടാക്കും. പിന്നെന്താ, കൂവ പായസം ഉണ്ടാക്കുകയൊക്കെ ഉണ്ടാക്കും. അപ്പം ഞങ്ങൾ രാവിലെ അടുക്കളയിലാണ്. അതിനിടയിൽ ഇതാ ചിന്നു പോവുകയാണ്, അവൾ ട്യൂഷന് പോവുകയാണ്. അമ്മ കൊണ്ടാക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ എന്താ അങ്ങനെയൊക്കെയാണ്. ഇതാ അമ്പുടൂസ് രാവിലെ ഉറക്കമൊക്കെ എണീറ്റ്. ഇന്ന് രാവിലെ എണീറ്റു കേട്ടോ. നേരത്തെ ഉറങ്ങി രാവിലെ എണീറ്റു. അപ്പോൾ അമ്പുടൂസ് ഇതാ കമിഴ്ന്നു, സ്വന്തമായിട്ട് കമിഴ്ന്നു. അതിൻ്റെ സന്തോഷത്തിലാണ്. അവ ഇപ്പോൾ സ്വന്തമായിട്ട് കമിഴാൻ തുടങ്ങിയിട്ടുണ്ട്. ആരെയും സപ്പോർട്ടൊന്നും വേണ്ട. അപ്പോൾ കമിഴ്ന്ന് കുറേ നേരമൊന്നും, ഒരുപാട് നേരമൊന്നും അങ്ങോട്ട് കിടക്കില്ല. പക്ഷെ കൂടെ ഒരാൾ വേണം, മൂക്കൊക്കെ ഇടിക്കും എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ കമിഴ്ന്ന് കിടന്ന് നോക്കാറൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഭയങ്കര സന്തോഷം. അവന് കമിഴ്ന്ന് കിടക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിടിച്ചടക്കിയാലുണ്ട്, ഭയങ്കര ഒരു കാര്യം നടന്നതൊക്കെയാണ്. ഇത് ചേമ്പ്, ഇതും പുഴുക്കിലിടാനല്ലേ? എന്തൊക്കെയാ പുഴുക്കിലിടുക? ചേമ്പ്, ചേന, കായ, ഞെടിക്കിഴങ്ങ്, ചക്ക, പിന്നെ അമരക്കടും. ഇത്രയും സാധനങ്ങൾ ഇട്ടാൽ പുഴുക്കുണ്ടാക്കണേ അല്ലേ? മുതിര ഇവിടെ ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഉള്ളപ്പോൾ ഉണ്ടാക്കി ഒരു വട്ടം. കഴിഞ്ഞ കൊല്ലം. ഞങ്ങളുടെ അങ്ങോട്ടൊന്നും ഇല്ല ഇത്, തിരുവനന്തപുരം സൈഡിലോട്ടൊന്നും ഇല്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണാൻ തുടങ്ങി. ഇതിന്റെ ഐതിഹ്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇതിന് കയ്യിലിടമോ എന്ന് പറഞ്ഞു തരണം. എന്തിനാ തിരുവാതിരക്ക് ഇതൊക്കെ ഉണ്ടാക്കണേന്ന്? തിരുവാതിരക്ക് നോലമ്പ് എടുക്കുമല്ലോ, അപ്പോൾ അരിഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല. തിരുവാതിരക്ക് എന്തിനാ നോമ്പെടുക്കണേ? ഐതിഹ്യം കറക്റ്റായിട്ട് എനിക്കറിയില്ല. വെരി ഗുഡ്. ശിവന് വേണ്ടിയിട്ട് പാർവതി നോൽക്കണ്ടെന്നൊക്കെയാണ് തോന്നണത്. ഏകാദശി എടുത്താലാണ് എന്താ പറയാ ഇതെടുക്കാൻ പറ്റുള്ളൂ, തിരുവാതിര നോയമ്പ് എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാം. കാണിച്ചേരി ഇവിടെ എങ്ങനെ പുഴുക്കുണ്ടാക്കണം. ഇനി എന്താ കൂവ പായസോ? കൂവ വിരകീത്. അടുത്തെന്താ? ഇതിപ്പോ എന്താ എടുത്തത്? ഇത് ചേമ്പ്. നെക്സ്റ്റ് കായായി. ചേന വേണം. ഇനി ഇതെന്താ? ഇത് ഞെടിക്കിഴങ്ങ്. ഞങ്ങളുടെ അവിടെ വേറെന്തോ കേട്ടോ പറയണേ, എനിക്കറിയില്ല എന്താ പറയണേന്ന്. എന്താണ് ഞെടിക്കിഴങ്ങ്? മധുരക്കിഴങ്ങ് ഇടുവോ? മധുരക്കിഴങ്ങില്ല, ഇടിച്ചക്ക ഇടും. ഇടിച്ചക്ക ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇടാനുള്ള കാച്ചിലാണ് കേട്ടോ. ഇതാണ് നീലക്കാച്ചിൽ. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ നീലക്കാച്ചിൽ എന്നാണ് പറയണത്. ഇവിടെയൊക്കെ പറയുന്നത് കാവത്ത്. ഇവിടെയൊക്കെ പറയുന്നത് കാവത്ത് എന്നാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെയൊക്കെ നീലക്കാച്ചിൽ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെ ഇങ്ങനെ പുഴുക്കൊന്നും ഉണ്ടാക്കാറില്ല. ഞങ്ങൾ പുഴുക്കും എന്താ പറയുക, കൂവ പായസം ഒന്നും ഉണ്ടാക്കാറില്ല. ഇവിടെ വന്നിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ കണ്ടത്. രാവിലെ എണീറ്റ് കുളിക്കണം, 4 മണിക്ക് എണീറ്റ് കുളിക്കണം, അമ്പലത്തിൽ കുളത്തിൽ പോയി കുളിക്കുക, എന്താ പറയുക, ഇങ്ങനെ വെള്ളത്തിലിട്ട് അടിക്കുക, ദേവി ഉണർത്തുക എന്നൊക്കെ അതിൻ്റെ അകത്ത് പറയണം. അമ്മ പറയണ കേട്ടിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ കൂടുതൽ ഐതിഹ്യമൊന്നും എനിക്കും അറിയില്ല. അപ്പോൾ അശ്വതീച്ചി, പണിച്ചേച്ചി, അമ്മയും ഒക്കെ വ്രതം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ തിരുവാതിര നോയമ്പൊന്നും ഞാൻ പിടിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ഐതിഹ്യം. ഞങ്ങളെല്ലാവരും രാവിലെ കുളിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അമ്പലക്കുളത്തിലൊന്നും പോയില്ല കേട്ടോ. അമ്പലക്കുളത്തിലൊക്കെ സ്വാമിമാരൊക്കെ വരും. നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ കുളമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ്. എന്നിട്ടാണ് ഞങ്ങൾ ആ അടുക്കളയിലൊക്കെ കയറിയത്. അപ്പോൾ ഇതിൻ്റെ അത് പുഴുക്കിൽ എന്താ പറയുക, എല്ലാ സാധനങ്ങളും ഇടും. ചേന, ചേമ്പ്, കാച്ചിൽ, മരച്ചീനി ഉണ്ടെങ്കിൽ അത്, പിന്നെ എന്താ പറയുക, മധുരക്കിഴങ്ങ് ഇടാറില്ല, പക്ഷെ ഞങ്ങൾ ഇട്ടു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കൂർക്ക ഇടും. കൂർക്കയില്ലേ, ഇവിടെ വന്നിട്ട് ഞാൻ കൂർക്കയൊക്കെ ഇങ്ങനെ ഒരുപാട് കാണാൻ തുടങ്ങി. ഞങ്ങളുടെ അവിടെ ഇങ്ങനെ അധികം കൂർക്കയൊന്നും വാങ്ങില്ല. അങ്ങനെ കൂർക്ക ഇടും. പിന്നെന്താ, ഇടിച്ചക്ക ഇടും. ചക്കയില്ലേ, കുഞ്ഞു ചക്ക, അതിടും. അതൊക്കെ ഇടും കേട്ടോ.
ചേന, ചേമ്പ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇടും കേട്ടോ. എന്താ പറയാ, പുഴുക്കിലേക്ക് ഇടിച്ചക്കയും വേണം കേട്ടോ. ഇത് ഇന്നലെ ഞാൻ സാഹസികമായി ഇട്ട ഇടിച്ചക്കയാണ് കേട്ടോ. ഇത്രയും വേണ്ടെന്നല്ലേ പറഞ്ഞ, പകുതി മതിയെന്നല്ലേ പറഞ്ഞേ. ഞങ്ങളുടെ അങ്ങോട്ടൊന്നും ഇതില്ല കേട്ടോ, ഇവിടെ മാത്രമേ ഉള്ളൂ ഇതിങ്ങനെയൊക്കെ. ഇതിപ്പോ രണ്ടാമത്തെ തൊട്ടാണ് ഇവിടെ ഞാൻ എളുപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണേ. എല്ലാ വർഷവും ഇവിടെ ഉണ്ടാക്കാറുണ്ട്. ഇതിങ്ങനെ തോരി ഫുള്ളും ചെത്തിക്കളയും. ഞങ്ങളുടെ ഇവിടെയൊക്കെ ചക്കയായി കേട്ടോ, എന്നുവെച്ചാൽ ഈ പരുവത്തിലുള്ള ചക്കയായി. ഇത്ര മതി കേട്ടോ. ഇതിനകത്ത് ഇനി ചേമ്പും ചേന നേരത്തെ കാണിച്ച എല്ലാം ഇടുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പം ഇത് മതിയാവും. ഇത് ഇത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എന്താ പറയാ, വ്രതമൊക്കെ പിടിച്ചവര് നോമ്പ് നോക്കുന്നവര് കഴിക്കണല്ലേ. തൊലി നല്ല പോലെ ചെത്തിക്കളയണം കേട്ടോ. ഇവിടുത്തെ പിച്ചാത്തിയൊക്കെ ഇങ്ങനത്തെയാണ് കേട്ടോ, ഭയങ്കര മൂർച്ചയാണ്. ചക്കയില്ലേ, ഇടിച്ചക്കയാ. ഇടിച്ചക്ക ഉണ്ട്. ഇതെന്താണ് അത് ഇടിക്കിഴങ്ങ്. അങ്ങനെ നുറുക്കണമെന്നൊന്നുമില്ല, കുടഞ്ഞു പോവേ. കുക്കറിൽ എന്താണ്, മുതിര. മുതിര വറുത്തിട്ടല്ലേ കുക്കറിലിട്ട് വേവിക്കുക. മുതിര വറുത്ത് കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചേക്കാണ്. മുതിര വറുത്ത് കഴുകി. തിരുവാതിരക്ക് പുഴുക്കുണ്ടാക്കാൻ എന്തിനാണെന്ന് പറയും. ആർക്ക്? ആണുങ്ങൾ പിടിക്കില്ലേ? അപ്പോ പെണ്ണുങ്ങൾ മാത്രമേ പിടിക്കുള്ളൂ. എന്തിനാ പിടിക്കണേ വ്രതം? നല്ല ഭർത്താക്കന്മാര് ഉണ്ടാവാന്. അമ്മയൊക്കെ പിടിച്ചിട്ടുണ്ടോ? നശിച്ച് പിടിച്ചിട്ടുണ്ടോ? എല്ലാരും പിടിച്ചിട്ടുണ്ട്. രാവിലെ നേരത്തെ കുളിക്കണം. പിന്നെ എന്താ പറയാ, ചേന ഫുള്ള് വേണ്ട, നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റുമുണ്ടൊക്കെ ചുറ്റണോ? കുളി കഴിഞ്ഞ് 4 മണിയാകുമ്പോഴേക്കും, രാവിലെ 4 മണിയാകുമ്പോഴേക്കും കുളി കഴിയണം. കുളി കഴിഞ്ഞിട്ട് എന്താ പറയാ, എന്താ പറയാ, നോമ്പ് ഒരുക്കണം രാവിലെ. അപ്പൊ ഈ നോമ്പ് എടുക്കുന്നവർക്ക് രാവിലെ എന്തെങ്കിലും കുടിക്കണ്ടേ? അതിനെ നോമ്പ് എടുക്കാൻ തന്നെയാണ് കൂവപ്പൊടി ഇളനീര് വെള്ളത്തിൽ കലക്കുക. കുറച്ച് 1 സ്പൂൺ കൂവപ്പൊടി എടുത്തിട്ട് ഇളനീരിന്റെ വെള്ളം വെട്ടിയിട്ട് കലക്കുക. എന്നിട്ട് ഇളനീര് കഷ്ണം മുറിച്ചിട്ട് അതിലിടുക. 1 പൊട്ട് ശർക്കര ഇട്ടിട്ട് അതൊക്കെ കൂട്ടി ഇളക്കിയിട്ട് കഷ്ണം ഇടും, ചെറുപഴത്തിന്റെ കഷ്ണങ്ങളും ഇടും. എന്നിട്ട് അത് ഓരോ സ്പൂണ് കുടിച്ചിട്ടാണ് നോമ്പ് തുടങ്ങുക. അന്നത്തെ ദിവസം അന്ന് മുഴുവൻ നോമ്പാണ്. തിരുവാതിര ചോറൊന്നും കഴിച്ചൂടാ. ഇല്ല, ചോറൊന്നും കഴിക്കില്ല. 3 നേരവും ചാമേ പിന്നെ റവേ അങ്ങനെയുള്ളത് എന്തെങ്കിലും വേണമെങ്കിൽ വെച്ച് കഴിക്കും. ഗോതമ്പോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൂവിയും പുഴുക്കും പപ്പടവും പഴമാണ് പ്രധാനം. ഓക്കെ, അപ്പൊ നമ്മൾ ഉണ്ടാക്കൂലേ കൂവയും പപ്പടവും പുഴുക്കും. പുഴുക്കിനുള്ളതാ നമ്മുടെ റെഡിയായി. കൂവതാ ഇവിടെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് കൂവ പായസവും പുഴുക്കും പപ്പടം പഴവും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതിലിപ്പോ എന്തൊക്കെ ഇട്ടു? കൂവയും നെയ്യുണ്ട്, നാളികേരുണ്ട്, ശർക്കര ഉണ്ട്, ശർക്കരപ്പാവ്, ശർക്കര ഉരുക്കിയത്, കൂവ, നെയ്യ്, ശർക്കര ഉരുക്കിയത്, തേങ്ങ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടു അല്ലേ? ഏലക്കായ ഉണ്ടോ? വേറെന്തേലും? ഏലക്കായുടെ പൊടി എന്നാ പറയാ, ഏലക്കാപ്പൊടി. വേറെന്തേലും ഉണ്ടോ? പഞ്ചസാര? നെയ്യ് പഞ്ചസാര ഒന്നുമില്ല. ഇതിങ്ങനെ കുറുക്കി എടുത്താണ് കൂവ പായസം അല്ലേ? കൂവ വിരകിയത് ഇവിടെയൊക്കെ എങ്ങനെയാണ് കേട്ടോ പറയാ. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുകയാണ് ഇവിടെ വന്നിട്ട്. ഇതൊരിപ്പോൾ 2ാമത്തെ തട്ടാണ് ഞാൻ വന്നിട്ട്. ഇളക്കിയിട്ടേ ഇരിക്കണോ? അല്ലെങ്കിലോ പൊടി അടിയിൽ ഊറും, അപ്പൊ അത് അടി പിടിക്കും. അത് പിടിക്കാതിരിക്കാനും മണം കിട്ടാനും സ്വാദ് കിട്ടാനൊക്കെയാണ് നെയ്യ് ചേർക്കുന്നത്. നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണയെങ്കിലും ശകരം വേണം. നെയ്യാണ് ബെസ്റ്റ്. ഇളക്കി ഇതിങ്ങനെ ആയില്ലേ? വരക അടി പിടിക്കാനും പറ്റില്ല. ഞാൻ തട്ടൽ
ഇനി അതറിയ ഒന്നും കൂടി വെള്ളം കൂടിയില്ല, ഒന്നും കൂടിയില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് കൂവപ്പായസം അല്ലേ ചേച്ചി? ഇതിങ്ങനെ കണ്ടോ, ഇങ്ങനെ വലിയും. ഇത് കുറച്ചുകൂടെ ഇനി വലിയും അല്ലേ? ഒന്നുകൂടെ കട്ടിയാവും. ഇതും പഴവും പപ്പടവും കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടത് അല്ലേ? പുഴുക്കും. പുഴുക്ക് ഇതാ കുക്കറിലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇതെന്താ പുഴുക്കല്ലേ? മുതിരി നമ്മുടെ എന്താ പറയാ, ചേനയും ചേമ്പും ഒക്കെ ഇട്ടിട്ടുള്ള പുഴുക്ക് റെഡിയായി. തേങ്ങ ഇട്ടോ അമ്മ? ഇനി ഇതിൻ്റെ അകത്ത് തേങ്ങ ചിരകിയതും കൂടി ഒഴിക്കണം. തേങ്ങ ഇടണം, വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതാ തേങ്ങ ഇടാൻ പോകട്ടോ. തീയൊക്കെ കെടുത്തി. ഇനി ഇതും കൂട്ടിയിട്ട് വേണം കഴിക്കാൻ. ഇനി വെളിച്ചെണ്ണ കൂടെ ഒഴിക്കണം അല്ലേ? ഓക്കെ. ശകലം കുഴഞ്ഞു പോയി. ഒന്ന് വെള്ളം അധികമായോ? കുറച്ചെല്ലാം വെന്തു പോയി. ഞാൻ ഇരുന്ന് കട്ടിയാവണം. കട്ടയാവും. അപ്പോൾ ഇതാണ് കൂവപ്പായസം, ഇതാണ് പുഴുക്ക്, പപ്പടം, പഴം കൂട്ടിയിട്ട് വേണം, ഇതെല്ലാം കൂട്ടിയിട്ട് വേണം കേട്ടോ കഴിക്കാൻ. ഇത് കഴിച്ചിട്ട് വേണം വ്രതം അവസാനിപ്പിക്കാൻ എന്നാ പറയാം കേട്ടോ. അപ്പോൾ മമ്മിയമ്മ കഴിക്കണം, ആദ്യമായിട്ടാണ് മമ്മിയമ്മ കഴിക്കണം. എങ്ങനെയുണ്ട് മമ്മിയമ്മ? നല്ല ടേസ്റ്റ് ഇല്ലേ? അടിപൊളിയാണ്. പപ്പടം പഴവും കൂട്ടി കഴിക്കുന്നത് സൂപ്പറാണ്. പക്ഷെ ഇതൊക്കെ നല്ല ഹെൽത്തിയാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇതാ ഞാൻ കഴിച്ചു തുടങ്ങി കേട്ടോ. ഇതാ ഇങ്ങനെ ഈ പുഴുക്കും, ഇതാ കൂവപ്പായസവും, ഇതാ പപ്പടവും, ഇതാ പഴവും ഒക്കെ കൂടി ഇങ്ങനെ എടുത്തിട്ട് വേണം കഴിക്കാൻ. ഇത് പാലക്കാടൻ സ്റ്റൈലാണ്, ഞങ്ങളുടെ അങ്ങോട്ടൊന്നും ഇല്ല, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും കഴിച്ചോളും തിരുവാതിരയായിട്ട്. കാറ്റുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ഇതാ ഞാനും കഴിക്കാണ് കേട്ടോ. ഞാൻ റൂമിൽ ഇരുന്നാ കഴിക്കണേ. അടിപൊളി. നമ്മളവിടെ പാപ്പാലോട്ടും തിരുവനന്തപുരത്തോട്ടും ഒന്നും ഇങ്ങനെ ഇല്ല അല്ലേ മേമ? ഇങ്ങനത്തെ പുഴുക്കും കൂവപ്പായസം ഒന്നും ഇല്ല. പക്ഷെ വയറിന് ഏറ്റവും നല്ലതാണ് കൂവപ്പായസം. കൂവ ഏറ്റവും നല്ലതാണ്, വയറ് ക്ലീൻ ആവും കേട്ടോ ഇതെങ്ങനെ കഴിച്ചാലും. അപ്പോൾ എന്താ, പാലക്കാടുള്ള എല്ലാവരും തിരുവാതിരയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുക. ഞങ്ങളുടെ അവിടെ കഞ്ഞിസദ്യ, അമ്പലത്തിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടനും കൂടി അടിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.